നമസ്കാരം. ധർമ്മൻസ് അസ്ട്രോയിലേക്ക് സ്വാഗതം. ഏപ്രിൽ മാസം 8 തീയതി മുതൽ 14 വരെയുള്ള വാരഫലങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത്. ആദ്യമായി മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തികേക്കാല്. ഏപ്രിൽ 8, 9, 10 തീയതികളിൽ ബന്ധനം, ഭീതി, ഉദരരോഗം. ഏപ്രിൽ 11, 12, 13, 14 തീയതികളിൽ കർമ്മഗുണം, ഐശ്വര്യം, ലാഭം, ബന്ധുഗുണം, സുഖം. ഇടവക്കൂറ്, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തര. ഏപ്രിൽ മാസം 8 തീയതി മുതൽ 14 തീയതി വരെ കലഹം, ദുഃഖം, ബന്ധനം, ഭീതി, ഉദരരോഗം. അടുത്തതായി മിഥുനക്കൂറ്, മകയിരത്തര, തിരുവാതിര, പുണർതം മുക്കാല്. ഏപ്രിൽ 8, 9, 10 തീയതികളിൽ സ്ഥാനമാന ഗുണം, ധനലാഭം, സുഖം. ഏപ്രിൽ 11, 12, 13, 14 തീയതികളിൽ കലഹം, മനോദുഃഖം. അടുത്തതായി കർക്കിടകക്കൂറ്, പുണർതം കാല്, പൂയം, ആയില്യം. ഏപ്രിൽ 8, 9, 10, 11, 12, 13, 14 തീയതികളിൽ സുഖം, ധനലാഭം, രോഗശമനം, ശത്രുനാശം, സ്ഥാനമാന ഗുണം. അടുത്തതായി ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രത്തിക്കാല്. ഏപ്രിൽ 8, 9, 10 തീയതികളിൽ വാതരോഗം, ദുഃഖം, കാര്യതടസ്സം. ഏപ്രിൽ 11, 12, 13, 14 തീയതികളിൽ സുഖം, ലാഭം, രോഗശമനം, ശത്രുനാശം. അടുത്തതായി കന്നിക്കൂറ്, ഉത്രത്തിൽ മുക്കാല്, അത്തം, ചിത്തിരയര. ഏപ്രിൽ 8 മുതൽ 14 വരെ സുഖഹാനി, ജലഭയം, വാതരോഗം, മനോദുഃഖം. അടുത്തതായി തുലാക്കൂറ്, ചിത്തിരയര, ചോതി, വിശാഖം മുക്കാല്. ഏപ്രിൽ 8, 9, 10 തീയതികളിൽ സുഖം, ധനലാഭം, ശരീരസൗഖ്യം, ഉദ്ദിഷ്ടകാര്യസിദ്ധി. ഏപ്രിൽ 11, 12, 13, 14 തീയതികളിൽ സുഖഹാനി, ജലഭയം. അടുത്തതായി വൃശ്ചികക്കൂറ്, വിശാഖം കാൽ, അനിഴം, തൃക്കേട്ട. ഏപ്രിൽ 8, 9, 10 തീയതികളിൽ വഞ്ചന, ദ്രവ്യനാശം, നേത്രരോഗം. ഏപ്രിൽ 11, 12, 13, 14 തീയതികളിൽ സുഖം, ധനലാഭം, ഉദ്ദിഷ്ടകാര്യസിദ്ധി. അടുത്തതായി ധനുക്കൂറ്, മൂലം, പൂരാടം, ഉത്രാടം കാല്. ഏപ്രിൽ 8, 9, 10 തീയതികളിൽ ഭോജനസുഖം, വസ്ത്രലാഭം, ശയനസൗഖ്യം. ഏപ്രിൽ 11, 12, 13, 14 തീയതികളിൽ വഞ്ചന, ദ്രവ്യനാശം, നേത്രരോഗം. അടുത്തതായി മകരക്കൂറ്, ഉത്രാടം മുക്കാൽ, തിരുവോണം, ഔട്ടത്തര. ഏപ്രിൽ 8, 9, 10 തീയതികളിൽ കാര്യതടസ്സം, ധനനാശം, ദേഹദുരിതം. ഏപ്രിൽ 11, 12, 13, 14 തീയതികളിൽ ഭോജനസുഖം, വസ്ത്രലാഭം, ശയനസൗഖ്യം. അടുത്തതായി കുംഭക്കൂറ്, ഔട്ടത്തര, ചതയം, പൂരിട്ടാതി മുക്കാല്. ഏപ്രിൽ 8, 9, 10 തീയതികളിൽ ബന്ധുഗുണം, ധനലാഭം, സുഖം. ഏപ്രിൽ 11, 12, 13, 14 തീയതികളിൽ കാര്യതടസ്സം, ധനനാശം, ദേഹദുരിതം. അടുത്തതായി മീനക്കൂറ്, പൂരിട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി. ഏപ്രിൽ 8 മുതൽ 14 വരെ കർമ്മഗുണം, ഐശ്വര്യം, ബന്ധുഗുണം, ധനലാഭം, സുഖം. ശേഷം വാരഫലങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ തുടരും. നന്ദി, നമസ്കാരം.